ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ എന്താണ് മലയാളത്തിലെ മാധ്യമങ്ങളുടെ ആവേശം? ഇനി കൊട്ടിഘോഷിക്കാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ? എന്തിനധികം പോകുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരെ? നമ്മുടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പറ്റി ബംഗ്ലാദേശി ജേർണലിസ്റ്റ് സലാഹുദ്ദീൻ ചൗധരി അയാളുടെ വീക്ക്ലി ഗ്ലിംസസ് എന്ന് പറയുന്ന വീക്ക്ലിയിൽ ഒരു ലേഖനം എഴുതി. രാഹുൽ ഗാന്ധിക്ക് 2 പിള്ളേരുണ്ട്, കല്യാണം കഴിഞ്ഞതാണ്. ഈ ആരോപണത്തിനെതിരെ ഇന്നേ വരെ രാഹുൽ ഗാന്ധി പ്രതികരിച്ചോ? KC വേണുഗോപാൽ പ്രതികരിച്ചോ? അതുമല്ലെങ്കിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചോ? സോണിയാഗാന്ധി പ്രതികരിച്ചോ? ആരും പ്രതികരിച്ചില്ല. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് പോലും. എടാ, നിങ്ങളിപ്പോ ഈ പറയുന്ന സിദ്ദീഖിനെതിരെ ആരോപണം, അല്ലെങ്കിൽ മുകേഷിനെതിരെ ആരോപണം, അതുമല്ലെങ്കിൽ ജയസൂര്യക്കെതിരെ ആരോപണം, ഇത്തരം ആരോപണങ്ങളൊക്കെ നടക്കുന്ന അതേ മോഡുലേഷൻ തന്നെയല്ലേ ഇതിനും? ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഈ വ്യക്തിക്ക്, ഈ മൊണ്ണയ്ക്ക് 2 പിള്ളേരും ഒരു ഭാര്യയുണ്ട് കൊളംബിയയിൽ. ഇത് കൂടാതെ ഇറാൻ രാജകുടുംബത്തിൽ നിന്നുള്ള ഒരു കുട്ടിയെ പ്രണയിച്ചിരുന്നു എന്നും പ്രണയിച്ച് വഞ്ചിച്ചു എന്ന് പറയുന്നു. പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ആരോപണങ്ങളാണെന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളി കളയാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ, ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് രാഹുൽ ഗാന്ധി കുമരകത്ത് വന്നടോ ഒരു പെണ്ണുമായിട്ട് ഹൗസ് ബോട്ടിൽ താമസിച്ചു. കേരളത്തിലെ പോലീസുകാർ കാവല് നിന്നു. എന്നിട്ട് ആ പെണ്ണിനെ രാഹുൽ ഗാന്ധി കല്യാണം കഴിച്ചു. ആ പെണ്ണ് എവിടെ പോയി? അതിനെ കൊന്നോ അതോ അത് ജീവിച്ചിരിപ്പുണ്ടോ? എന്തെങ്കിലും നമുക്കറിയോ? ഇതിനെയൊക്കെ മറച്ചു പിടിക്കാൻ നമ്മുടെ ചാനലുകൾക്ക് ആവുന്നുണ്ട് എങ്കിൽ ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വരുന്ന സാധനങ്ങളൊക്കെ നാളെ ഒരു കാലത്ത് നിങ്ങൾ മറച്ചു പിടിക്കില്ലെന്ന് എന്തത്ര ഉറപ്പ്? ഒരു പെൺകുട്ടി ആ കാര്യങ്ങൾ പറയാനായിട്ട് പുറത്തു വരുമ്പോൾ അത് ഏത് ചാനലിലാണോ കിട്ടുന്നത് ആ ചാനൽ റേറ്റിംഗ് കൂടും എന്നതുകൊണ്ടല്ലേ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ആരാണോ വരുന്നത് അവരുടെ പുറകെ ഓടുന്നത്? എടോ, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഇരിക്കുന്ന ആള് പുറത്ത് ഒരു രാജ്യത്താർക്ക് ഒരു ഭാര്യയെ 2 കുട്ടികളുണ്ട് എന്നുള്ള ഒരു ആരോപണം വന്നിട്ട് ഇന്നേ വരെ വാ തുറന്നിട്ടില്ല. നിങ്ങളാരും ഇതിനെപ്പറ്റി വലിയൊരു ചർച്ചയെ നടത്തിയിട്ടില്ല. അവിടെ ഇവിടെ ഒരു 1 അവർ ചർച്ച നിങ്ങൾ നടത്തി, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ന്യൂസ് ക്ലിപ്പിൻസിൽ ഒതുക്കി. News 18 കാണണം, വെളുപ്പിക്കുകയാണ്. ഇതൊക്കെ ആരോപണങ്ങളാണ്. ഇതൊക്കെ ആരോപണങ്ങളാണ് എങ്കിൽ എങ്ങനെയാണ് രാഹുൽ ഗാന്ധി ഒരു പെൺകുട്ടിയുമായിട്ട് കുമരകത്ത് വന്ന് ഹൗസ് ബോട്ടിൽ താമസിച്ചത്? ആ പെൺകുട്ടിയുടെ ഫോട്ടോയും പത്ര റിപ്പോർട്ടും ഇന്നും അവൈലബിൾ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറച്ചു പിടിച്ചിട്ട് നിലവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുറത്തോട്ട് കയറിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ആ പുറത്ത് കയറി ഇറങ്ങി തിരിച്ചു വരുമ്പോൾ ഈ റിപ്പോർട്ടുകൾ ഇവിടെ തന്നെ കാണും. പിന്നെ അതിനുശേഷം ഈ ചങ്ങായി വാ തുറന്നിട്ടില്ല. തള്ളിക്കളയാനുള്ള ധൈര്യമെങ്കിലും കാണിക്കണം. എന്തേ കേരളത്തിലെ കോൺഗ്രസ്സുകാരൊക്കെ ചത്തുപോയോ? അതോ നിങ്ങൾക്ക് ആർക്കൊന്നും പറയാനില്ലേ? നിങ്ങളുടെ നേതാവിനെ പറ്റിയാണ് പറയുന്നത്. കേരളത്തിലെ ഒരു ഡൂക്ലി കോൺഗ്രസ് നേതാവിനെ പറ്റിയല്ല, നിങ്ങളുടെ നാഷണൽ നേതാവിനെ പറ്റിയാണ് ഈ പറയുന്നത്. മോദി ഒരു കല്യാണം കഴിച്ച ഒരു ഭാര്യ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് എന്തായിരുന്നു ബഹളം? മോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ പേര് ബഹളം, മോദിയുടെ കല്യാണം കഴിഞ്ഞതിന്റെ പേര് ബഹളം, അമിത്ഷായുടെ മകന്റെ നേരെ ബഹളം. ഇവർക്കെതിരെയൊക്കെ ബഹളം വെച്ചെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ വാടക്കുന്നു? അയാൾ ഏത് പുണ്യാളനാണ്? എന്താണ് ഈ അയാളുടെ ഭാര്യ എന്നും ആരോപിക്കപ്പെടുന്ന സ്ത്രീയുടെ അച്ഛൻ ഒരു കള്ളക്കടത്തുകാരനാണ്. ഈ കള്ളക്കടത്തുകാരനും കൊള്ളക്കാരനും ഒക്കെ ആയിട്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് എന്ത് ബന്ധം? എന്തേ ഇന്ത്യയെ തൂക്കി വെക്കാൻ നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ലെങ്കിൽ അങ്ങനെ വല്ല ഗൂഢാലോചനയും കോൺഗ്രസിനുണ്ടോ? ഈ വരുന്ന വാർത്തകളുടെ ഇടയിലെല്ലാം ഇത് മുക്കി വിടുന്നതിന് നിങ്ങൾക്കൊക്കെ എവിടുന്നൊക്കെ ഫണ്ട് വരുന്നുണ്ട്? ആർക്കൊക്കെ എവിടുന്നൊക്കെ കാശ് വരുന്നുണ്ട്? ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ പറ്റി ഇത്രയും വലിയൊരു ആരോപണം ഉണ്ടായിട്ട് മോദിയുടെ ഭാര്യയുടെ വീട് വരെ തപ്പിപ്പോയവന്മാർ ഇവിടെ ഉണ്ട്. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഈ ഭാര്യയെ തപ്പിപ്പോവാൻ നിങ്ങൾ മടിക്കുന്നു? ഈ 2 കുട്ടികളെ പറ്റി നിങ്ങൾ എന്തുകൊണ്ട് അന്വേഷിക്കാൻ മടിക്കുന്നു? ഇവിടെ മോഡിയുടെ മീഡിയ ഒന്നും അല്ല, മൊത്തമായിട്ടും കോൺഗ്രസിന്റെ മീഡിയ തന്നെയാണ്. അതിനെ പ്രതിരോധിക്കാൻ ഞങ്ങളെപ്പോലുള്ള കുറച്ചുപേരും ഇവിടെ ഉണ്ടെന്നേ ഉള്ളൂ. എന്തൊക്കെയായാലും കണ്ട രാജ്യത്ത് പോയി ഭാര്യയും മക്കളെയും ഉണ്ടാക്കി ഇതുപോലുള്ളവന്മാരെ രാജ്യത്തിന്റെ നേതാക്കന്മാരായി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വന്ന ആരോപണം തള്ളിക്കളയാനോ അതിനെപ്പറ്റി പ്രതികരിക്കാനോ എല്ലാവർക്കും ബാധ്യതയുണ്ട്. മനസ്സിലായോ?